മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയും അതിന് പറ്റിയൊരു കറിയുമാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ചപ്പാത്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. തയ്യാറാക്കുന്ന ഒരു മസാല ചപ്പാത്തിയാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് അല്പം പൊടികളും കൂടെ ചേർക്കാനുണ്ട്. ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ചേർത്താൽ മതി, ഒരു 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ച് കുരുമുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും, 1 ടീസ്പൂൺ അജ്വൈൻ സീഡ്സ് അല്ലെങ്കിൽ അയമോദകം കൂടിയാണ് ചേർക്കുന്നത്. അയമോദകം ചേർക്കുമ്പോൾ വേറൊരു നല്ല ടേസ്റ്റ് ആണ്. അത് ഇഷ്ടമുള്ളവർ മാത്രം അത് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും സവാള പൊടിയായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അതും 2 ടേബിൾ സ്പൂണേ ഉള്ളൂ. ഇതൊക്കെ വളരെ ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തതും സവാള ചോപ്പ് ചെയ്തതും. ഇതും കൂടി നമുക്ക് ഈ പൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ചെറിയ ചൂടുവെള്ളത്തിൽ ചപ്പാത്തിയുടെ പാകത്തിന് കുഴച്ചെടുക്കാം. നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്ത് നമുക്കിതൊന്ന് 15 മിനിറ്റ് മാറ്റി വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മളിത് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തു വെക്കാം. അപ്പൊ ഞാനിത് എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അല്പം പൊടി തോളിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരെണ്ണം നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതേ വലുപ്പത്തിൽ തന്നെ അടുത്ത ഒരു ചപ്പാത്തിയും കൂടി നമുക്ക് പരത്തിയെടുക്കാം. രണ്ടാമത്തെ ചപ്പാത്തി നമ്മളിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു അല്പം ഓയിൽ പരട്ടി കൊടുക്കാം. ഓയിൽ പരട്ടിയതിന്റെ മുകളിലേക്ക് ഒരല്പം പൊടി കൂടി ഇട്ട് കൊടുക്കാം. പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് മറ്റേ ചപ്പാത്തി ഇതിന്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടെ പരത്തിയെടുക്കാം. അല്പം പൊടി ഇതിന്റെ മുകളിലേക്ക് തുള്ളിയിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമുക്കിത് വളരെ കനം കുറച്ച് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇടയ്ക്ക് നമ്മൾ ഓയിലും പൊടിയും കൂടി ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് രണ്ടായിട്ട് ഇളക്കി എടുക്കാനും പറ്റും. ഇത് നമ്മളിപ്പോൾ വളരെ കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത 2 ചപ്പാത്തിയും കൂടി നമുക്ക് പരത്തിയെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചപ്പാത്തിയുടെ മുകളിലേക്ക് അല്പം ഓയിൽ വരട്ടി കൊടുത്ത് അല്പം പൊടിയും കൂടി തുള്ളിയിട്ട് മറ്റേ ചപ്പാത്തിയും കൂടി ഇതിന്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം. ഇനി ഇത് വളരെ കനം കുറച്ച് പരത്തിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പൊ നമ്മൾ ഈ പരത്തിയെടുത്തത് ആദ്യം നമുക്കൊന്ന് ചുട്ടെടുക്കാം.
അല്പം ഓയിൽ ഇതിന്റെ മുകളിലേക്ക് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് ഇതുപോലെ തന്നെ അടുത്ത വശത്തും ഒരല്പം ഓയിൽ വരട്ടി കൊടുക്കാം. ചപ്പാത്തിയുടെ രണ്ട് വശവും വെന്തിട്ടുണ്ട്. ഇതിന്റെ ഉൾഭാഗവും വെന്തിട്ടുണ്ടാവും. എന്നാലും നമുക്കിതൊന്ന് രണ്ടായിട്ട് അടർത്തിയെടുക്കാം. ഇനി മറ്റേ വശം ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തിരിച്ചിട്ട് വേവിക്കാം. അതുപോലെ തന്നെ മുകൾ വശത്തുള്ളത് രണ്ടാമത്തെ ചപ്പാത്തി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ചപ്പാത്തി വേവിക്കുന്ന പാകത്തിൽ തന്നെ 2 ചപ്പാത്തി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ കനം കുറഞ്ഞ ചപ്പാത്തി കിട്ടുകയും ചെയ്യും. നമ്മൾ 2 ചപ്പാത്തി വെച്ച് പരത്തിയെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി കനം കുറച്ച് പരത്തണമെങ്കിൽ അങ്ങനെ നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ മുകളിലുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ മടക്കി എടുത്ത് വെക്കാം. വളരെ കനം കുറഞ്ഞത് കൊണ്ട് നല്ല തുവാല പോലത്തെ ചപ്പാത്തിയാണ്. രണ്ടാമത്തെ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതും എടുത്തു വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തിയും കൂടി തയ്യാറാക്കി എടുക്കാം. ചപ്പാത്തി എല്ലാം നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഓരോ ചപ്പാത്തിയും നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അത് എടുത്ത് കാസറോളിലേക്ക് വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമ്മളിത് സെർവ് ചെയ്യുമ്പോൾ ചൂടോടെ വേണം സെർവ് ചെയ്യാനും. ഇനി നമുക്ക് ഈ ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കറിയും കൂടി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ രാജ്മ പയറൊന്ന് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്താണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് കറിയാക്കി എടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളി അല്ലിയുമാണ് എടുത്ത് ഒന്ന് ചതച്ചെടുത്തത്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്പം ഉപ്പും കൂടി ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഇതിട്ട് വഴറ്റണ്ട, ഇത്രയും ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ചേർത്തിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. നമുക്കിത് 2 മിനിറ്റ് അടച്ചു വെച്ച് ഈ തക്കാളിപ്പഴം നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന രാജ്മ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. മസാലയൊക്കെ ഈ രാജ്മയിലേക്ക് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടും കറി ഒന്ന് തിക്കായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടുമാണ്. ഇപ്പം നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാജ്മ പയറൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി വെന്ത് ഉടഞ്ഞു കിട്ടണം എന്നാണെങ്കിൽ നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കുമ്പം കുറച്ച് സമയം കൂടി ഇത് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിനാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതൊന്ന് ഉടച്ച് ചേർക്കാം ഇതിലേക്ക്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. നമ്മുടെ രാജ്മ കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതുപോലെ തന്നെ ചപ്പാത്തി ആണെങ്കിലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തിയുമാണ്. ചപ്പാത്തി ചുട്ടെടുക്കുമ്പം ഓയിൽ ചേർക്കണം എന്നില്ല. ഓയിൽ ഇല്ലാതെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഈ കറിയിലേക്ക് അല്പം കൂടി മല്ലിയില ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റാം. ഈ ചപ്പാത്തി തയ്യാറാക്കി കഴിഞ്ഞാൽ അത് കാസറോളിൽ എടുത്ത് വെക്കണം. ചൂടോടെ തന്നെ വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട്. നമ്മുടെ മസാല ചപ്പാത്തിയും രാജ്മ കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ എപ്പോൾ വേണേലും കഴിക്കാവുന്നതുമാണ്. നല്ല ടേസ്റ്റുമാണ്, കഴിക്കാനായിട്ട് ഹെൽത്തിയുമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.